ഹേയ് ഗൈസ്, നമ്മൾ പിന്നെ തിരിച്ചെത്തിക്കണ്. ഒരു മാസം വീട്ടിൽ നിന്ന് ആഘോഷിച്ച് സന്തോഷിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുമല്ലോ, ഇതൊക്കെ പൊട്ടിച്ച് തിന്നലാണ് മെയിൻ പണി. ഒരു ദിവസം ഞങ്ങൾ ഒരു പാക്കറ്റൊന്നല്ല പൊട്ടിക്കല്, ഒരു 2-3-4 പാക്കറ്റ് ചിപ്സൊക്കെ പൊട്ടിച്ചാണ്ട് തിന്നു. എന്താ അറിയില്ല, ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിശപ്പാ. അതൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം ഹസ്ഗന്റെ വക സ്പെഷ്യൽ ആയിട്ടൊരു ഹസ്കി ഡാൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വയറ് നല്ല അങ്ങോട്ട് നിറഞ്ഞു. ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുമെങ്കിലും നമുക്ക് ഇതിന്റെ മേലെ വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. സെമിനാറൊക്കെ സെറ്റാക്കാണ്ട്. അങ്ങനെ അഭിനയകുലപതിയായ അസ്ഗൊക്കെ മെയിൻ ക്യാരക്ടറായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നഴ്സിംഗ് ഒക്കെ കണ്ട് കയറിയാൽ നമുക്ക് ഇല്ലാത്ത കഴിവൊക്കെ നമുക്ക് എവിടുന്നൊക്കെ വരും കേട്ടോ. അത് ഈ പ്രൊഫഷന്റെ ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. ഇപ്പൊ സെമിനാറോ അസൈൻമെന്റോ എന്തോ ആവട്ടെ, നമ്മൾ ഇങ്ങനത്തെ ഈ കടയിൽ പോക്ക്, സാധനം വാങ്ങല്, ബിരിയാണി വാങ്ങി തിന്നല്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒരു കുറവും വരുത്തലില്ല. അതിനൊക്കെ ഞങ്ങൾ എങ്ങനെയും കുറെ സമയം കണ്ടെത്തും ചെയ്യും, നല്ല ആസ്വദിച്ചിരുന്ന് തിന്നും ചെയ്യും. ബിരിയാണി ഇന്ന് കഴിഞ്ഞതിന് ശേഷം നേരെ ബിഗ് ബോസ് എടുത്ത് ലൈവ് കാണാൻ തുടങ്ങി. സാധാരണ ഏഷ്യാനെറ്റിൽ ഓരോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസും അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിക്കാന്നല്ലാതെ ലൈവ് ഒന്നും ഇരുന്ന് കാണില്ല. റൂമിലാണെങ്കിൽ കുറച്ചാൾക്കാർ അനുമോൾ ഫാൻസും കുറച്ചാൾക്കാർ അനീഷ് ഫാൻസും, ചിലവർക്കാണെങ്കിലോ ആര് ജയിച്ചാലും കുഴപ്പമില്ല, തോറ്റാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ. എന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ ആരാ ജയിക്കുക എന്നുള്ളത്. ബിഗ് ബോസും കാണണം, എന്നാൽ സെമിനാറിനുള്ളതും സെറ്റാക്കണം. രണ്ടും കൂടെ ഒരു കഥയായിരുന്നു കേട്ടോ. എല്ലാ റൂമിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ.